ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടണേ. അപ്പോൾ ഞാനും രാജുവേട്ടനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. സൽക്കാരത്തിന് പോകണ വീഡിയോ ആണിത്. കാരണം കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്കൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ ഞങ്ങളിതാ സൽക്കാരത്തിന് പോവുകയാണ് കേട്ടോ. പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ മുഴുവനായിട്ടും വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങളിതാ ഇവിടെ റൂമിൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ട്. പിന്നെ പൊന്നുവിന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു ഫ്ലവർ ഫ്രെയിം അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പലഹാരമൊക്കെ കൊണ്ടിട്ടാടോ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോരുന്ന വീഡിയോ ഉണ്ടത്. അപ്പോൾ ബസ്സിൽ എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ ഭയങ്കര തിരക്കിയായിരുന്നു ബസ്സിലൊക്കെ. പിന്നെ രാജേട്ടന് ഡാൻസ് കളിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് രമേശ് ഏട്ടന്, അപ്പോൾ എല്ലാവരും വേണിമോള് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ രാജേട്ടനൊക്കെ ഞാൻ പിടിച്ച് വലിച്ച് ഡാൻസ് കളിക്കാന്നില്ല ആ ഒരു ഇതിൽ അങ്ങനെ വിളിച്ചതാണ്. പിന്നെ രമേശ് ഏട്ടൻ, പിന്നെ റിച്ചു പെൺകുട്ടി, അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കണം. അപ്പോൾ ഏടത്തി ഏട്ടനും പിന്നെ ചേച്ചിമാരും എല്ലാവരും മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ അധികം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഈ ഡാൻസ് കളിച്ച വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഡാൻസ് കളിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. പിന്നെ ഈ ഒരു വീഡിയോ വേറെ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. അങ്ങനെ രാവിലെ തൊട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്നി കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നാളികേരമൊക്കെ പൊളിച്ച് നാളികേരമൊക്കെ ചിരവാൻ നിൽക്കാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ചിരവ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ചിരവ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചതൊക്കെ ഉണ്ടാകും വിചാരിച്ചിട്ട് അതും തന്നെ അതിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നാളികേരമൊക്കെ ഒന്ന് ചിരവി എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നാളികേരം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പോയതും കഴുകിയെടുക്കുന്നുണ്ട്. കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ വീഡിയോ ഇടാൻ കുറേ ദിവസം വൈകുന്നുണ്ട്. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയി തോന്നുന്നുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതാണ് എഡിറ്റ് ചെയ്യാഞ്ഞത്. അങ്ങനെ നാളികേരമൊക്കെ ചിരകി എടുക്കുന്നുണ്ട്. പിന്നെ ദോശയൊക്കെ ചുട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചൂടലും വീഡിയോ എടുക്കലും രണ്ടും കൂടി ശരിയാവണില്ല കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തഴുകി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടി കുഴച്ച് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. പൊടി കലക്കിയിട്ട് ദോശ ചൂടില്ല, അതാണ് കേട്ടോ. ഞാൻ അരി അരച്ചിട്ട് അങ്ങനെയൊന്നല്ല കേട്ടോ ചുടുന്നത്. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചട്നി കറിയാക്കാനുള്ളത് എല്ലതും ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറണ്ട് പോണതിൻ്റെ മുന്നേ ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി അത് ഞാൻ നാളികേരം അരച്ചിടണമെന്നില്ല കേട്ടോ. അപ്പോൾ നാളികേരം അരച്ചിടണമെന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാക്കട്ടോ. ഉള്ളി വാട്ടിയിട്ട് അതിക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വേവിച്ചെടുക്കില്ല. അപ്പോൾ ഉച്ചയ്ക്കുള്ള കറി ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.